നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അക്കിക്കാവിൽ കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വെള്ളർക്കാട് സ്വദേശി തറമേൽ ഞാലിൽ വാസുവിന്റെ മകൻ 24 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ഗുരുവായൂർ പേരകം വാഴപ്പുള്ളി മരക്കാത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും 6 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയും കവർന്നു. 1 പവന്റെ ലോക്കറ്റും താലിയും പൊട്ടും അടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയുടെ 2 പ്രഭാമണ്ഡലങ്ങൾ, 1 വെള്ളിവാൾ എന്നിവയാണ് മോഷണം പോയത്. നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. ഓപ്പറേഷൻ തൂഫാൻ നാടാകെ ബോധവൽക്കരണങ്ങൾ സജീവം. പോലീസിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടവും ഷൂട്ടൌട്ടും ബൈക്ക് റാലി ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ പരിപാടികൾ നടന്നു. ക്യാമ്പയിനുമായി കൈകോർത്ത് കരിക്കാട് മഹൽ ജുമാ മസ്ജിദ് എന്നൂറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വൈവിധ്യവും വിപുലമായ പരിപാടികൾ നടന്നു. വിശദമായ വാർത്തയിലേക്ക്. അക്കിക്കാവിൽ കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. വെള്ളർക്കാട് സ്വദേശി തറമേൽ ഞാലിൽ വാസുവിന്റെ മകൻ 24 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2:30ഓടെയാണ് അപകടം നടന്നത്. അപകടത്തിനു ശേഷം നിർത്താതെ പോയ ലോറിയെ അതുവഴി വന്ന മറ്റൊരു ബൈക്ക് യാത്രക്കാരൻ പിന്തുടർന്ന് മറികടന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട സുധീഷിന്റെ സ്കൂട്ടർ ലോറി 100 മീറ്ററോളം ദൂരേക്ക് വലിച്ചിഴച്ചാണ് കൊണ്ടുപോയത്. സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടം വരുത്തിയ ലോറിയും ഡ്രൈവറും കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ പേരകം വാഴപ്പുള്ളി മരക്കാത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും 6 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയും കവർന്നു. 1 പവന്റെ ലോക്കറ്റും താലിയും പൊട്ടും അടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയുടെ 2 പ്രഭാമണ്ഡലങ്ങൾ, 1 വെള്ളിവാൾ എന്നിവയാണ് മോഷണം പോയത്. രാവിലെ 7 മണിയോടെ മേൽശാന്തി സുവീഷ് ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ വിവരം അറിയിച്ചു. ഗുരുവായൂർ SI TA സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംഭവ സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. ഓഫീസിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് അവിടെ സൂക്ഷിച്ചിരുന്ന ചാവി കൈക്കലാക്കിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെയും ഉപദേവതകളുടെയും ഗോപുരം തുറന്ന് മോഷണം നടത്തിയത്. മോഷ്ടാവ് നടന്നുപോകുന്ന ദൃശ്യം സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ 10 ലിറ്റർ മദ്യവുമായി മാറഞ്ചേരി സ്വദേശി പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിൽ. പരിച്ചകം സ്വദേശി സുരൻ കോതോടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MA സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സബ് ഇൻസ്പെക്ടർമാരായ ബസന്ത് ശ്രീകാന്ത്, ഡ്രൈവർ SI അലി സാബിർ, ASI ഉദയകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ കപിൽ, ജയേഷ്, ധന്യ, ഗിരീഷ്, ജിഷ്ണു, സുജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കടവല്ലൂരിൽ റോഡിലെ കുഴി കാരണം അപകടം പതിവാകുന്നു. 5 ദിവസമായി അപകടത്തിൽപ്പെട്ട ആംബുലൻസ് റോഡിൽ നിന്ന് മാറ്റിയില്ലെന്ന് പരാതി. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാനപാത മലപ്പുറം തൃശൂർ ജില്ലാതിർത്തിക്ക് സമീപമാണ് പാതയിലെ കുഴി അപകട ഭീഷണി ഉയർത്തുന്നത്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന പാതയിലെ കുഴിയാണ് ഭീഷണിയാകുന്നത്. കുഴിയിൽ വീഴാതിരിക്കാനുള്ള ശ്രമത്തിനിടെ തിങ്കളാഴ്ച രാവിലെ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് കടവല്ലൂരിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. ചങ്ങരംകുളം ഭാഗത്തുനിന്ന് വന്ന കാർ റോഡിലെ കുഴി കണ്ട് വെട്ടിച്ചതോടെ എതിർദിശയിൽ നിന്ന് വന്ന ആംബുലൻസ് കാറിലിടിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ പിക്കപ്പ് വാനിൽ ഇടിച്ചാണ് അപകടം നടന്നതെന്നും പാതയിലെ അപകടകരമായ നിലയിലുള്ള കുഴി അടയ്ക്കണമെന്നും സമീപത്തെ ഹോട്ടൽ ജീവനക്കാരൻ ശരത് CCTVയോട് പറഞ്ഞു. കുഴി കണ്ടില്ല, കുഴി കണ്ടപ്പോ ആകട്ടെ അപ്പൊ ഇവിടെ നിന്നും അപകടം വരുന്നത്. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. അതും ഹൈവേ റോഡിൽ ഇതേപോലെ വലിയ വലിയ കുഴികളും ഇതൊക്കെ ആകുമ്പോ അത് നാട്ടുകാർക്കും പോണ ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അപകടത്തെ തുടർന്ന് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെയും ബന്ധുക്കളെയും മറ്റൊരു ആംബുലൻസിൽ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. അപകടത്തിൽപ്പെട്ട ആംബുലൻസ് 5 ദിവസം പിന്നിട്ടിട്ടും റോഡരികിൽ നിന്ന് മാറ്റാത്തത് പുതിയ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്നും അപകടത്തിന് കാരണമായ റോഡിലെ കുഴികൾ പരിഹരിക്കണമെന്നും
ആംബുലൻസ് എത്രയും വേഗം മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. തിരക്കേറിയ സംസ്ഥാന പാതയിൽ വാഹനം റോഡരികിൽ കിടക്കുന്നത് കൂടുതൽ അപകട സാധ്യത സൃഷ്ടിക്കുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ഫുട്ബോൾ പരിശീലകൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. മാറഞ്ചേരി പുത്തൻപുരയിൽ നിബ്രാസ് ആണ് പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിലായത്. വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചെന്ന മൊഴിയിലാണ് പോക്സോ കേസ് ചുമത്തി ഫുട്ബോൾ പരിശീലകനായ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഫുട്ബോൾ പരിശീലന കേന്ദ്രം നടത്തുകയാണ് ഇയാൾ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റം സെന്റ് തോമസ് ഫൊറോനയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ദിവ്യബലിക്ക് ശേഷം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, ഡീക്കൻ മെബിൻ കീറ്റിക്കൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികരായി. കൈക്കാരന്മാരായ CK ജോയ്, KS ഷാജ്, MJ ജോഷി, CT സ്പാർട്ടക്സ്, തോമസ് നാമധാരികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജൂലൈ 2, 3 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. 2-ാം തീയതി വൈകിട്ട് 5:30 ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, വേസ്പര, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ തുടങ്ങിയ തിരുകർമ്മങ്ങളോടെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമാകും. വാഗ ഇടവക വികാരി ഫാദർ ജോബി പുത്തൂർ മുഖ്യ കാർമ്മികനാകും. തുടർന്ന് മാർത്തോമയെ അനുസ്മരിച്ചുകൊണ്ട് കോൽക്കളി, മാർഗംകളി, റംബാൻ പാട്ട് എന്നീ കലാരൂപങ്ങൾ അരങ്ങേറും. 3-ാം തീയതി ദുക്രാന തിരുനാൾ ദിവസം രാവിലെ 6-നും 7:30-നും വൈകുന്നേരം 5:30-നും ദിവ്യബലിയും 10 മണിക്ക് ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും. ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ അക്ഷയ് കുന്നേൽ സഹകാർമ്മികനാകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നേർച്ച പായസ വിതരണവും നടക്കും. രാത്രി 7-ന് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ബാൻഡുവാദ്യം, സ്റ്റേജ് ഷോ പള്ളിയങ്കണത്തിലുണ്ടായിരിക്കും. ഗുരുവായൂർ തമ്പുരാൻപടിയിൽ വീട്ടുമുറ്റത്ത് കണ്ടെത്തിയ മലമ്പാമ്പ് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. തമ്പുരാൻപടി വായനശാലയ്ക്ക് സമീപത്തുള്ള വീടിന്റെ മുറ്റത്താണ് രാവിലെ 6 മണിയോടെ പാമ്പിനെ കണ്ടെത്തിയത്. പാമ്പിനെ കണ്ടയുടൻ വീട്ടുകാർ ബഹളം വെച്ചതോടെ പരിഭ്രാന്തനായ പാമ്പ് സമീപത്തെ മരത്തിലേക്ക് ഇഴഞ്ഞു കയറുകയായിരുന്നു. ജനവാസ മേഖലയിൽ മരത്തിനു മുകളിൽ പാമ്പ് തമ്പടിച്ചത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയുണ്ടാക്കി. ഉടൻ തന്നെ നാട്ടുകാർ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരിനെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ പ്രബീഷ് നടത്തിയ വിദഗ്ധമായ നീക്കങ്ങൾക്കൊടുവിൽ മരത്തിന്റെ കൊമ്പ് മുറിച്ചുമാറ്റിയാണ് പാമ്പിനെ താഴെയാക്കിയത്. 3 മണിക്കൂർ നീണ്ട ആശങ്കയ്ക്കൊടുവിൽ രാവിലെ 9 മണിയോടെയാണ് പാമ്പിനെ സുരക്ഷിതമായി പിടികൂടാനായത്. പിടികൂടിയ പാമ്പിനെ പിന്നീട് വനം വകുപ്പിന് കൈമാറി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഓപ്പറേഷൻ തണ്ടർ ഇരട്ട പ്രഹരവുമായി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓപ്പറേഷൻ തണ്ടർ പരിശോധനയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ 2 പേരെ പിടികൂടി. എളനാട് പള്ളിയാൽ ഒറ്റയിൽപ്പടി വീട്ടിൽ ബിനേഷ്, ചാലക്കുടി മേലൂർ പുലാനി നായരങ്ങാടി ചുണ്ടാണി വീട്ടിൽ നന്ദകുമാർ എന്നിവരെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ അംഗങ്ങൾ പിടികൂടിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്തും സംഘവും ചേർന്ന് എളനാട് മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് 4 ലിറ്റർ മദ്യവും 1000 രൂപയുമായി ബിനേഷിനെ പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവ്, പ്രിവന്റീവ് ഓഫീസർ K ലത്തീഫ്, സിവിൽ എക്സൈസ് ഓഫീസർ V തൗഫീഖ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ K അമിത എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ TK കണ്ണന്റെ നേതൃത്വത്തിൽ ചാലക്കുടി മേഖല കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നന്ദകുമാർ പിടിയിലായത്. വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച 4 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം സഹിതമാണ് ഇയാളെ പിടികൂടിയത്. പ്രിവന്റീവ് ഓഫീസർ കിഷോർ കൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ S ഷിജു, മിക്കി ജോൺ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓപ്പറേഷൻ തണ്ടർ, തൂഫാൻ തുടങ്ങിയ ക്യാമ്പയിനുകൾ നാടെങ്ങും ശക്തമാക്കിയതിന്റെ ഭാഗമായാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കർശന പരിശോധന നടത്തിയത്. കണ്ണന് കാണിക്കയായി 37 പവന്റെ കനക കിരീടം. തിരുപ്പൂർ വ്യവസായിയായ രാജൻ P നായരാണ് 299.9 ഗ്രാം തൂക്കം വരുന്ന കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടം വഴിപാടായി സമർപ്പിച്ചത്. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ, അസിസ്റ്റന്റ് മാനേജർ M ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കിരീടം ഏറ്റുവാങ്ങി ഭഗവാന് സമർപ്പിച്ചു. സോപാനപ്പടിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടം ചാർത്തിയാണ് ഗുരുവായൂരപ്പന് ഉച്ചപൂജ നടത്തിയത്. വഴിപാടുകാരനും കുടുംബത്തിനും കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദം നൽകി. കഴിഞ്ഞ ദിവസവും ഗുരുവായൂരപ്പന് സ്വർണ്ണ കിരീടം വഴിപാടായി ലഭിച്ചിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ പുന്നയൂർക്കുളത്ത് നടക്കുന്ന കേരള കർഷക സംഘം ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞാറ്റുവേല ചന്ത ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ആരംഭിക്കും.
അഖിലേന്ത്യാ കിസാൻ സഭ 36ാമത് ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കേരള കർഷക സംഘം 28ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ചാവക്കാട് ഏരിയ സമ്മേളനത്തിനാണ് പുന്നയൂർകുളം വേദിയാകുന്നത്. ശനിയാഴ്ച രാവിലെ 9-ന് ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പ്രദേശത്തെ വിവിധ കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും തുടർന്ന് കർഷക പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ട സമര പരിപാടികളെക്കുറിച്ച് ആലോചിക്കുന്നതിനും പുതിയ ദിശാബോധം നൽകുന്നതിനു വേണ്ടിയും ചർച്ചകൾ നടക്കും. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പ്രകടനവും പൊതുസമ്മേളനവും പുഴിക്കളയിൽ KV രാമകൃഷ്ണൻ നഗറിലും നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കർഷക ആദരവ്, കാർഷിക ക്ലാസ്, കാർഷിക മത്സരങ്ങൾ, നാടൻപാട്ട്, വടക്കൻ ചുവടുകളി, മഴപ്പെയ്ത്ത്, ഞാറ്റുവേലച്ചന്ത എന്നീ വിവിധ പരിപാടികളുണ്ടാകും. 10 മണിക്ക് ആരംഭിക്കുന്ന ഞാറ്റുവേലച്ചന്തയിൽ കർഷകർക്കാവശ്യമുള്ള വിത്തുകളും പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും പൂച്ചെടികളും മിതമായ നിരക്കിൽ ലഭ്യമാകും. ഈ പ്രദേശത്ത് വിവിധ കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും തുടർന്ന് കർഷക പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ട സമര പരിപാടികളെപ്പറ്റി ആലോചിക്കുന്നതിനും പുതിയ ദിശാബോധം നൽകുന്നതിനു വേണ്ടിയാണ് സംസ്ഥാനത്താകമാനം നടക്കുന്ന കർഷക സംഘത്തിൻ്റെ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സമ്മേളനവും ഏറ്റവും വിജയകരമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ അതിൻ്റെ സംഘാടക സമിതി നടത്തി വരികയാണ്. നാളെ കാലത്ത് 9:30 മണിക്ക് പതാക ഉയർത്തിക്കൊണ്ട് സമ്മേളനം ആരംഭിക്കും. വൈകുന്നേരത്തോടെ ഒരു ദിവസത്തെ സമ്മേളന നടപടികൾ പൂർത്തീകരിച്ച് 28-ാം തീയതി പൊതുസമ്മേളനത്തോടുകൂടെ സമ്മേളനം വരികയാണ്. വടക്കേക്കാട് തിരുവള്ളേന്നൂർ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഭാരത് സെൻസസ് 2027ന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ അഥവാ സ്വയം വിവരശേഖരണം സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക, അതിന്റെ നടപടിക്രമങ്ങൾ പരിചയപ്പെടുത്തുക, കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. പ്രാവീണ്യം നേടിയ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്ക്വാഡുകളായി തിരിച്ച് വീടുകളിലെത്തിയാണ് സ്വയം വിവരശേഖരണം സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷിനും വനിതാ കൗൺസിലർമാർക്കു നേരെ നടന്ന കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ ഗുരുവായൂരിൽ പ്രകടനം നടത്തി. ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മമ്മിയൂരിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പടിഞ്ഞാറെ നടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി തേലമ്പറ്റ വാസുദേവൻ, സുജയൻ മാമ്പുള്ളി, സുമേഷ് തേർലി, മനീഷ് കുളങ്ങര, പ്രദീപ് പണിക്കശ്ശേരി, ബാലൻ തിരുവെങ്കിടം തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ICDSന് കീഴിൽ ആദ്യ സ്മാർട്ട് അങ്കണവാടി കെട്ടിട നിർമ്മാണം കാട്ടകാമ്പാലിൽ 31,44,000 രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ മൂലേപ്പാട് 15-ാം വാർഡിൽ 46-ാം നമ്പർ അങ്കണവാടി കെട്ടിടത്തിനാണ് സ്ഥലം ഇല്ലാതിരുന്നത്. അങ്കണവാടി നിർമ്മിക്കാൻ 3 സെന്റ് സ്ഥലം സൗജന്യമായി കാട്ടകമ്പാൽ തോലത്ത് ഷാൻഡോ ഫെമി ദമ്പതികൾ വിട്ടു നൽകി. ഈ സ്ഥലത്താണ് ഗ്രാമപഞ്ചായത്തിൻ്റെയും ശിശുവികസന ക്ഷേമവകുപ്പിൻ്റെയും വിഹിതമായ 15,77,000 രൂപ വീതം വകയിരുത്തിക്കൊണ്ട് അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. തറക്കല്ലിടൽ കർമ്മത്തിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. സ്ഥലം വിട്ടു നൽകിയ ഫെമി ഷാൻഡോ ദമ്പതികളെ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാട ചാർത്തി ഉപഹാരം നൽകി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളായ സന്ധ്യ സജിത്ത്, വിജയ ഗോപി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ CDPO K ജയശ്രീ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സജന അലോഷ്യസ്, ICDS ഓഫീസർ ലത, പഞ്ചായത്ത് ഓവർസിയർ അനിൽകുമാർ, അങ്കണവാടി ടീച്ചർ പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. അങ്കണവാടികൾ നിർമ്മിച്ചതിനു ശേഷം പിന്നീട് സ്മാർട്ട് അങ്കണവാടികൾ ആക്കിയവയുണ്ട്. എന്നാൽ തുടക്കം തന്നെ സ്മാർട്ട് അങ്കണവാടി നിർമ്മാണം നടക്കുന്ന ആദ്യ അങ്കണവാടി എന്ന പേര് ഇനി കാട്ടാക്കാമ്പലിലെ മൂലേപ്പാട് 46-ാം നമ്പർ അങ്കണവാടിക്ക് സ്വന്തമാവുകയാണ്. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. പാലൂർ കാവതിയാട്ട് ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ നടീൽ ഉദ്ഘാടനം പാർട്ടി ഏരിയ സെക്രട്ടറി TT ശിവദാസൻ നിർവഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് അധ്യക്ഷനായി. NK അക്ബർ MLA മുഖ്യാതിഥിയായി. CPM ലോക്കൽ സെക്രട്ടറി PS അശോകൻ, P യതീന്ദ്രദാസ്, MR രാധാകൃഷ്ണൻ, KV രവീന്ദ്രൻ, ഹസീന സലീം, കോനോത്ത് അക്ബർ, പനക്കൽ പീറ്റർ എന്നിവർ സംസാരിച്ചു.
ചൂണ്ടൽ തായങ്കാവ് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. തായങ്കാവ് മണികണ്ഠൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. വായനശാലകൾ പ്രാദേശിക സർവകലാശാലകളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിശ്വസാഹിത്യത്തിലെ ക്ലാസിക് കൃതികളും പ്രതിഭാധനരായ എഴുത്തുകാരെയും നാട്ടിൻപുറങ്ങളിലുള്ളവർക്ക് വരെ പരിചയപ്പെടുത്തുന്നതിൽ വായനശാലകൾ വഹിച്ച പങ്ക് ചെറുതല്ല. മലയാളികളുടെ ഉയർന്ന ബൗദ്ധിക നിലവാരത്തിനും വായനശാലകളുടെ പങ്ക് നിസ്തൂലമാണെന്നും രഘുനാഥ് കൂട്ടിച്ചേർത്തു. വായനശാല പ്രസിഡന്റ് ലക്ഷ്മി നാരായണൻ അധ്യക്ഷനായി. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് മുഖ്യാതിഥിയായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശൈലജ പുഷ്പാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ജിനി, ഗ്രാമപഞ്ചായത്ത് അംഗം KA രമേശ്, പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻ അംഗം AV വല്ലഭൻ, വായനശാല രക്ഷാധികാരി ഡോക്ടർ മനോമോഹൻ, സെക്രട്ടറി V മുരളീധരൻ, നിർവാഹക സമിതി അംഗം രാംദാസ് ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. മേഖലയിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം സമ്മാനിച്ചു. വായനശാല പരിധിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റും വിതരണം ചെയ്തു. വേലൂരിൽ നിന്നും അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച പ്രവർത്തകർക്ക് BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സ്നേഹാദരവ് BJP ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ആദരവ് ഏറ്റുവാങ്ങിയ വിജയൻ നെല്ലിക്കൽ, ഡോക്ടർ OS കൃഷ്ണൻ നമ്പൂതിരി, PN ശങ്കരൻ എന്നിവർ ജയിൽവാസം അനുഭവിച്ച കാലത്തെ തിക്താനുഭവങ്ങൾ വിവരിച്ചു. ജില്ലാ സെക്രട്ടറി ഷിനി സുനിലൻ, വാർഡ് മെമ്പർ രഞ്ജീവ് AG, കർഷക മോർച്ച സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അശോകൻ മമ്പറമ്പിൽ, ഷീബ ഗോപി, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി യദുകൃഷ്ണൻ, സെക്രട്ടറി നിതീഷ് തോന്നലൂർ, OBC മോർച്ച ജില്ലാ സെക്രട്ടറി സജി നെല്ലിക്കൽ, ഇൻചാർജുമാരായ മുകുന്ദൻ വേലൂർ, സുജീഷ് അരുവാത്തോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ സ്വാഗതവും കർഷക മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട് നന്ദിയും പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ലഹരിക്കെതിരെ ജാഗ്രതയോടെ നാട്. വിവിധയിടങ്ങളിൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൂട്ടയോട്ടവും ഫുട്ബോൾ ഷൂട്ടൌട്ടും ബൈക്ക് റാലിയും വൈവിധ്യമാർന്ന മറ്റ് ക്യാമ്പയിനുകളും നടന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. അറിവാണ് ലഹരി എന്ന ശീർഷകത്തിൽ കേരള സർക്കാർ നടത്തിവരുന്ന ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കുന്നംകുളം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബൈക്ക് റാലി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SR സനീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന ലഹരിവിരുദ്ധ പൊതുസമ്മേളനം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് SR സനീഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സിവിൽ പോലീസ് ഓഫീസർ K അർഷദ് ലഹരിക്കെതിരെ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഫുട്ബോൾ, ക്വിസ്, പ്രബന്ധ മത്സരം തുടങ്ങിയവയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നെക്സോസ് ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ KM ഹിറാസ് എന്നിവർ നിർവഹിച്ചു. ASI M ഗീത, വിവിധ സ്കൂളുകളിലെ അധ്യാപകരായ PM ശ്രീനേഷ്, CM ജോബി, VJ ജയലക്സി, ആനന്ദ് ഹിരൺ, ഡോക്ടർ അഫ്സ അബ്ദുൾ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് നഗരത്തിൽ നിന്ന് വിവിധ സംഘടനകൾ, ക്ലബ്ബുകൾ, ഓട്ടോ ഡ്രൈവർമാർ എന്നിവർ ചേർന്ന് മണത്തല ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലേക്ക് റാലി നടത്തി. ഗുരുവായൂർ ACP S സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ ചെയർമാൻ AH അക്ബർ, സ്റ്റേഷൻ ഇൻസ്പെക്ടർ NS രാജീവ്, SIമാരായ പ്രീത ബാബു, KT ആഷിഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുയോഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ അധ്യക്ഷനായി. ACP, സ്റ്റേഷൻ ഇൻസ്പെക്ടർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P യതീന്ദ്രദാസ്, നൌഷാദ് തെക്കുംപുറം, സൂരജ്, അബ്ദുൾ കലാം, ഹക്കീം ഇംബാർക്ക് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന മത്സരത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ സ്കൂൾ ടീം തന്നെ വിജയികളായി. ലാലിഗ തൊഴിയൂർ റണ്ണറപ്പായി. ടെമ്പിൾ പോലീസ് ടീം 3ാം സ്ഥാനം നേടി. ഗുരുവായൂർ ACP V സുരേഷ് മത്സരം ഉദ്ഘാടനം ചെയ്തു. ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂർ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ മത്സരത്തിൽ പങ്കെടുത്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി, MA ആസിഫ്, ബാലൻ വാറനാട്ട്, മാധ്യമപ്രവർത്തകരായ R ജയകുമാർ, KV സുബൈർ, KS പാർവതി തുടങ്ങിയവർ വിവിധ ടീമുകളെ പ്രതിനിധീകരിച്ച് കളത്തിലിറങ്ങി. എയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിൽ തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ MA ജിജി മുഖ്യാതിഥിയായി. ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ചും യുവതലമുറ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ സന്ദേശം നൽകി. അക്കാദമിക് കൗൺസിലർ നീന, PTA പ്രസിഡന്റ് KA ബെൻസ് എന്നിവർ സംസാരിച്ചു.
പരിപാടിയുടെ കോർഡിനേറ്റർ ജീജ ഷോബി വിവിധ മത്സരങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു. ലഹരിവിരുദ്ധ റാലി, മൈം, ഫ്ലാഷ് മോബ്, മുദ്രാവാക്യ രചനാ മത്സരം, പ്ലക്കാർഡ് നിർമ്മാണം, പ്രസംഗ മത്സരം, പ്രതിജ്ഞ എന്നിവ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരേസ്, സിസ്റ്റർ ലിനറ്റ് എന്നിവർ നേതൃത്വം നൽകി. തോട്ടാപ്പ് ഫോക്കസ് ഇന്റർനാഷണൽ സ്കൂളിൽ ചാവക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ രാജീവ് തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ ഹാഫിസ് അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി TK അബ്ദുൾ സലാം, പ്രിൻസിപ്പൽ ഷഫീഖ് വാഫി, PTA പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ്, ജിജി, റഹീല തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. പ്രകൃതി സംരക്ഷണ സംഘം കേരളം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വിട പറയാം ലഹരിയോട് കാത്തുസൂക്ഷിക്കാം നമ്മെ തന്നെ എന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അക്കിക്കാവിൽ നടന്നു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ PSM ഡെന്റൽ കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കുന്നംകുളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ B. സുബിൻ നിർവഹിച്ചു. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം മുഖ്യാതിഥിയായി. PSM സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ R. രാഹുൽ സ്വാഗതം പറഞ്ഞു. പുനർജനി ഡി അഡിക്ഷൻ സെന്റർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സംഘടനയുടെ മനഃശാസ്ത്ര പുരസ്കാരം 2026 അവാർഡ് ജേതാവുമായ ഫാദർ ഫ്രാങ്ക്ലിൻ വർഗീസ് ലഹരിവിരുദ്ധ ക്ലാസിന് നേതൃത്വം നൽകി. സംസ്ഥാന കോർഡിനേറ്റർ N. ഷാജി തോമസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുന്നംകുളം ഏരിയ സെക്രട്ടറി അഷ്റഫ് പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രൗഷർ കൈമാറി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി വർഗീസ്, അഡ്മിനിസ്ട്രേറ്റർ ലുക്മാൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ക്വിസിൽ വിജയികളായ അമൃത, ആദിത്യൻ എന്നീ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈയും മെഡലും സമ്മാനമായി നൽകി. പദ്ധതിയുടെ ഓർമ്മമരം കോളേജ് അധികൃതർക്ക് കൈമാറി. ജൂൺ 26 മുതൽ കേരളപ്പിറവി ദിനം വരെ സംസ്ഥാന വ്യാപകമായി പദ്ധതി നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിച്ചു. കുന്നംകുളം പോലീസ് ഇൻസ്പെക്ടർ VS സനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സോണി സക്കറിയ, പഴഞ്ഞി VHSE പ്രിൻസിപ്പൽ ജനീർലാൽ, പെങ്ങാമുക്ക് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഷനോദ് മാസ്റ്റർ, കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ട് വാക്കിംഗ് കമ്മിറ്റി ചെയർമാൻ മലായ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയികളായവർക്ക് ഫുട്ബോൾ ജേഴ്സികൾ സമ്മാനിച്ചു. ചടങ്ങിൽ ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഓട്ടോ തൊഴിലാളികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ ലഹരിക്കെതിരായി ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളെ വിലയിരുത്തി മേജർ PJ സ്റ്റൈജുവിന് ആദരം. JKS ഷോട്ടോ ജുക്കു ഇന്ത്യ തൃശൂർ ജില്ലാ കമ്മിറ്റി പാവർട്ടിയിൽ നടത്തിയ ചടങ്ങിലാണ് ആദരണം നടന്നത്. ഷോട്ടോ ജുക്കു ഇന്ത്യ ചീഫ് ഇൻസ്ട്രക്ടർ സുധീപ് T. സിറിയക് മാസ്റ്റർക്ക് ഉപഹാരം നൽകി. സെൻസായ് ദിലീപ് കുമാർ അനുമോദന പ്രസംഗം നടത്തി. മേജർ PJ സ്റ്റൈജു മറുപടി പറഞ്ഞു. ലഹരിക്കെതിരെ തൃശൂരിലെ 86 പ്രൈമറി വിദ്യാലയങ്ങളിൽ പുസ്തക ചങ്ങാത്ത പദ്ധതിയിലൂടെ 5000-ലധികം പുസ്തകങ്ങളും ഫിഷ് അക്വേറിയവും ബോധവൽക്കരണ ലഘുലേഖ വിതരണവും മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ സ്റ്റൈജു 24 കേരള ബറ്റാലിയൻ NCCയിലെ മേജർ റാങ്കിലുള്ള ഓഫീസറാണ്. ഇന്ത്യൻ റെയിൽവേ, ലയൺസ് ക്ലബ്, NSS, വിവിധ സന്നദ്ധ സംഘടനകളും യാത്രക്കാരും സംയുക്തമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്റ്റേഷൻ മാനേജർ CK ഹരീഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലയൺസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഐബ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നടത്തിയ റാലി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ CE ചാക്കുണ്ണി ഫ്ളാഗ് ഓഫ് ചെയ്തു. മുനക്കക്കടവ് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ 1 ഗോൾ എന്ന പരിപാടി സംഘടിപ്പിച്ചു. കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SHO ശശീന്ദ്രൻ മേലയിൽ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA അഷ്കർ അലി വിശിഷ്ടാതിഥിയായി. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. SIമാരായ ജോബി, ശിവദാസൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ ഇവാഞ്ചലിസം വിങ്ങിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടത്തി. രാവിലെ 10 കുന്നംകുളം സുവർത്ത നഗറിൽ UPF ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ KK കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി സ്ഥലങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വൈകിട്ട് 6 കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഇവാഞ്ചലിസം വിംഗ് കൺവീനർ പാസ്റ്റർ അജീഷ് മാത്യു നേതൃത്വം നൽകി. കരിക്കാട് മഹല്ല ജുമാ മസ്ജിദും നൂറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും ചേർന്ന്
ആഭ്യന്തര വകുപ്പും സമസ്തയും എന്ന പ്രമേയത്തിൽ പള്ളിയങ്കണത്തിൽ ബോധവൽക്കരണവും ജാഗ്രതാ സദസ്സും നടത്തി. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് NM റസാഖ് അധ്യക്ഷനായി. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് SI മധു, മഹല്ല് ഖത്തീബ് മുഹമ്മദ് അഷ്കർ വാഫി കയറാടി, മഹല്ല് സെക്രട്ടറി അഷ്റഫ് മാനങ്കണ്ടം എന്നിവർ സംസാരിച്ചു. മഹല്ല് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ PA മുത്തു, VI അബൂബക്കർ, സെക്രട്ടറി റാഫി താഴത്തേതിൽ, അബ്ദുൾ ലത്തീഫ് കാരേക്കാട്, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാവറട്ടി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പൂവത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം മുല്ലശ്ശേരി പഞ്ചായത്തിന് സമീപം സമാപിച്ചു. തുടർന്ന് ചേർന്ന ലഹരിവിരുദ്ധ സദസ്സ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ACP V സുരേഷ് അധ്യക്ഷനായി. പാവറട്ടി പോലീസ് SHO ആന്റണി ജോസഫ് നെറ്റോ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ MK അനിൽകുമാർ, പാവറട്ടി സബ് ഇൻസ്പെക്ടർമാരായ മഹേഷ് കുമാർ, TC അനുരാജ്, ASI MK പ്രസാദ് എന്നിവർ സംസാരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ, യുവജന സംഘടനാ ഭാരവാഹികൾ, ക്ലബ് പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാഗ മാലതി UP സ്കൂളിൽ പ്രധാനാധ്യാപിക VV സ്മിത ലഹരിയുടെ ദൂഷ്യവശങ്ങൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ ലീഡർ AV ശ്രീയ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ദിനാചരണത്തിന്റെ ഭാഗമായി അരങ്ങേറി. വിദ്യാർത്ഥികൾ അണിനിരന്ന ലഹരിവിരുദ്ധ റാലിയും പ്രസംഗം, പാട്ട് തുടങ്ങി വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അധ്യാപകരായ അനിത, മെസ്മിൻ എന്നിവർ നേതൃത്വം നൽകി. ലഹരിവിരുദ്ധ ദിന സന്ദേശവുമായി അപ്പനും മക്കളും. ആറ്റത്ര സ്വദേശികളായ മേജോ ജോസ്, മക്കളായ N ജോൺ എലിയാസ്, Nവിയ എന്നിവരാണ് ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി ആറ്റത്രയിൽ നിന്ന് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ വരെ 4 കിലോമീറ്റർ ദൂരം ഓടിയത്. മെജോ തിരിച്ച് ആറ്റത്രയിലേക്കും ഓടി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ SHO S അനീഷ് കുമാറും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഇവരെ അഭിനന്ദിച്ചു. N ജോൺ 6ാം ക്ലാസ് വിദ്യാർത്ഥിയും Nവിയ 3ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. RJD തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റായി MP റഫീഖ് തങ്ങൾ മാനാത്തുപറമ്പിൽ ആദൂരിനെ RJD ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാനി നോമിനേറ്റ് ചെയ്തു. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഉപന്യാസ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. മാറുന്ന ലോകത്തിൽ ക്രിസ്തീയ സാക്ഷ്യം എന്ന വിഷയത്തിൽ ജൂലൈ 5 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കുന്നംകുളം ഇൻ ക്രൈസ്റ്റ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലാണ് മത്സരം. വിജയികളാകുന്നവർക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ ക്യാഷ് പ്രൈസുകൾ നൽകും. 4 മുതൽ 10ാം സ്ഥാനം വരെയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്യും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്ട്രേഷനായി 79 94 79 54 72 70 25 40 80 02 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 12,980 രൂപ, പവന് 1,03,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചർമ്മം കാണിപ്പയൂർ പരേതനായ ചെറുവത്തൂർ കൊട്ടിലിൽ കുര്യാക്കോസ് ഭാര്യ ബേബി മാത്യു നിര്യാതയായി. 100 വയസ്സായിരുന്നു. റിട്ടയർഡ് KSEB ഉദ്യോഗസ്ഥയാണ്. സംസ്കാരം തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടന്നു. പരേതനായ CK പ്രദീപ് മകനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്കിക്കാവിൽ കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വെള്ളർക്കാട് സ്വദേശി തറമേൽ ഞാലിൽ വാസുവിന്റെ മകൻ 24 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ഗുരുവായൂർ പേരകം വാഴപ്പുള്ളി മരക്കാത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും 6 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയും കവർന്നു. 1 പവന്റെ ലോക്കറ്റും താലിയും പൊട്ടും അടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയുടെ 2 പ്രഭാമണ്ഡലങ്ങൾ, 1 വെള്ളിവാൾ എന്നിവയാണ് മോഷണം പോയത്. നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. ഓപ്പറേഷൻ തൂഫാൻ നാടാകെ ബോധവൽക്കരണങ്ങൾ സജീവം. പോലീസിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടവും ഷൂട്ടൌട്ടും ബൈക്ക് റാലി ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ പരിപാടികൾ നടന്നു. ക്യാമ്പയിനുമായി കൈകോർത്ത് കരിക്കാട് മഹൽ ജുമാ മസ്ജിദ് എന്നൂറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വൈവിധ്യവും വിപുലമായ പരിപാടികൾ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.